അപ്പോൾ നമ്മളിത് റിയൽ ഹണ്ടറിൻ്റെ കിങ് ഫ്രോഗ്, നമ്മുടെ കിങ് ഫ്രോഗ് 10 ഗ്രാം ഉള്ളൂ. അരക്കിലൊക്കെ എടുത്തുണ്ട്. വരാൻ നമ്മുടെ കിങ് ഫ്രോഗ് കൊല്ലിയിലോട്ട് മാറ്റാം. നമ്മുടെ കിങ്ങില് കിങ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഫിഷിങ്ങിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രോഗ് നമ്മുടെ റിയൽ ഹണ്ടറിൻ്റെ കിങ് ഫ്രോഗ് 4.5 സെൻറ്റിമീറ്റർ 10 ഗ്രാമാണ് ഈ ഒരു ഫ്രോഗ്. ഈ ഫ്രോഗിൻ്റെ ഈ 2 കളേഴ്സാണ് ഞാൻ ഇപ്പോൾ കയ്യിലെടുത്തേക്കുന്നത്. കുറച്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഞാൻ സൈഡിൽ ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം. അപ്പം ഫിഷിംഗ് എല്ലാം നമ്മൾ കഴിഞ്ഞു. സംഭവം നൈസാണ് ഫ്രോഗ്. അപ്പം ഒരു ഫ്രോഗ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. ഫ്രോഗിൻ്റെ പ്രത്യേകത എപ്പോഴും പറയുന്ന പോലെ ഡബിൾ സ്പിന്നർ ഫ്രോഗ്. പിന്നെ റബ്ബർ ക്വാളിറ്റി നല്ല റബ്ബർ ക്വാളിറ്റിയാണ്. വലിച്ചാൽ പോലും സാധനം കയറത്തില്ല. റബ്ബർ ക്വാളിറ്റി, ഹുക്കപ്പ് റേഷ്യോ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്രോഗ് ദേ ഇത്രയേ ഉള്ളൂ ഏകദേശം. കുഞ്ഞു ഫ്രോഗ് എന്ന് പറഞ്ഞാലും 10 ഗ്രാം നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടും. സ്പിന്നിങ്ങിലാണെങ്കിലും വെയിറ്റ് കാസ്റ്റിനൊക്കെ ആണെങ്കിൽ സാധനം അങ്ങ് പറക്കും. നല്ലൊരു ഫ്രോഗാണ്. അപ്പം ഇത് വെച്ചുള്ള ഫിഷിംഗ് ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ടൈം കളയണ്ട. അപ്പം നമുക്ക് നേരെ ഫിഷിംഗ് ഉണ്ട്. നമ്മളത് റിയൽ ഹണ്ടറിൻ്റെ കിങ് ഫ്രോഗ് 4.5 സെൻറ്റിമീറ്റർ 10 ഗ്രാം. ഇതാണ് ഞാൻ എന്നെ എടുത്തിരിക്കുന്നത്. പച്ച കളർ മഴച്ചാറിലാണ്. സംശയമാണ് അടി പൊട്ടുമെന്ന്. എന്നാലും നമുക്ക് നോക്കാം. ഇറങ്ങാം. ചാറ്റിൽ കുറയുന്നുണ്ട്. പ്രതീക്ഷയാണെന്നല്ലോ നമുക്ക്. പ്രതീക്ഷേൻ്റെ അത്രയൊന്നും വെള്ളം ആയില്ല. മഴ അങ്ങോട്ട് ശക്തി കൊണ്ടായിരുന്നിട്ട് പോലും കൂടിയിട്ടില്ല വെള്ളം. അപ്പോൾ നമുക്ക് നമ്മളെ വൈറസ് ഫ്രോഗ് നമുക്കിപ്പോൾ മാറ്റണം. ഇത് കട്ട് ചെയ്തു, ബാഗിലിട്ടു. നൂലിവിടെ വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, ഫ്രോഗ് എന്തി ഞാനൊരു പച്ച എടുത്തേക്കണം. ഓരോ കളർ എടുത്താൽ മതിയായിരുന്നു. എടുത്തു ഇങ്ങോട്ട് വയ്ക്കാം. അറിയത്തില്ല, മഴയാണ്. നോക്കാം. മഴയൊന്ന് മാറുവാണെങ്കിൽ നമുക്ക് അടി പൊട്ടും. ഉറപ്പായിട്ടും മീൻ കിട്ടും. കാറ്റടിക്കുന്നുണ്ട്. പോകുന്ന പ്രതീക്ഷ. ഫിഷ് ഓൺ ഞൊട്ട കേട്ടോ. കിങ്ക നമ്മുടെ കിങ് ഫ്രോഗ് 10 ഗ്രാം ഉള്ളൂ. 10 ഗ്രാം ഉണ്ട്. അതിലടിച്ച കുഞ്ഞു വരാൻ ആയത്തടിക്കാനെ കയറി കിട്ടി കേട്ടോ. പിന്നെ വിടുക ഞാൻ എടുക്കുന്നില്ല. പോട്ടെ പോയി ജീവിച്ചോ. ആദ്യത്തെ മീനല്ലേ, പോക്കോ. ആദ്യത്തെ മീനായോണ്ടല്ല, ചെറിയ മീനായോണ്ട് ഞാൻ വിട്ടത് കേട്ടോ. അല്ല, ആദ്യത്തെ മീനായോണ്ടൊന്നുമല്ല, ചെറുതായിരുന്നു. ഇന്നെന്തായാലും മീൻ അടിക്കേണ്ട ഒരു പരുവോ. പക്ഷേ വെള്ളത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട്
കിട്ടിയില്ല. വെട്ടി പക്ഷെ കിട്ടിയില്ല. പോകല്ലേ. സാധനം അവനെടുത്തു. അയ്യോ, നമ്മുടെ അടുത്ത വര ഒരു 1/2 കിലോ ഉണ്ട്. 1/2 കിലോയൊക്കെ എടുത്തുണ്ട്. വിയറ്റ്നാം വരാല ഇതല്ല. ഓക്കെ, നമുക്കെന്നെ കൊള്ളിയിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ കിങ് ഫ്രോഗിലെ അടുത്ത മീൻ അടിച്ചത് ഇതിലാണ്. കുഴപ്പമില്ല കേട്ടോ, ഹോക്ക് പ്രേഷ്യയും കാര്യങ്ങളെല്ലാം പക്കായിട്ടുണ്ട്. നമുക്കിനി അടുത്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഞായറാഴ്ച ആണ്ട് മിക്കവാറും മഴ അവധിയായിരിക്കും. സാധാരണ അങ്ങനെയാണല്ലോ. ഫിഷ് ഓൺ. കിട്ടി. രാവിലെ നമ്മളെ ഫസ്റ്റ് വരാൽ നമ്മുടെ കിങ് ഫ്രോഗ് കൊല്ലിയിലോട്ട് മാറ്റാം. റീൽ ഇച്ചിരി കംപ്ലൈൻ്റ്. നാടൻ വരാൽ നമ്മുടെ കിങ്ങില് വെള്ളം പൊങ്ങിയപ്പോൾ അടിച്ച ഫസ്റ്റ് വരാൽ കിങ്. ഓക്കെ, നമുക്കിന്നെ മാറ്റിയേക്കാം. ചെറുതാ പിന്നെ എങ്ങനെ ഉമ്മ വെച്ചിട്ടോ നമ്മുടെ കിങ്ങില് അടുത്ത വരാൽ, രണ്ടാമത്തെ വരാൽ. ഇന്നത്തെ എടാ ഗ്രിപ്പർ ഇങ്ങനെ എടുത്തടാ വിഷ്ണു. ഇത് മറ്റേ കാഴ്ച വലുതാട്ടോ, ചെറുതാ. ഷോൺ പുറകെ വന്നടിക്കുമായിരുന്നു. പക്ഷെ അവൻ്റെ വര കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ മീനാന്ന് കേട്ടോ. ചെറുതാ, നമ്മുടെ കിങ്ങിൽ അടുത്ത വരാൽ. കഴിഞ്ഞ ദിവസം എല്ലാം പിടിച്ചിട്ടുണ്ട് നമ്മൾ കിങ്ങിൽ. അപ്പം എന്തേ ഇന്നത്തെ മൂന്നാമത്തെ വരാൽ കിങ്ങിൽ. കിങ്
അപ്പോൾ മച്ചാമാരെ നമ്മുടെ കിങ് വെച്ചുള്ള ഫിഷിങ്ങും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. ഫ്രോഗ് നല്ലതാണ്, വലിയ കുഴപ്പം എന്ന് പറയാനില്ല. പിന്നെ ഫ്രോഗ് അധികം ഉടക്കോ കാര്യങ്ങളോ എങ്ങും വരുന്നില്ല നമുക്ക്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ചില ഫ്രോഗൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കയറി ഉടക്കാം. അപ്പം ഇതിനകത്ത് ഉടക്കോ കാര്യങ്ങളോ ഇല്ല, ഹുക്ക് കാര്യങ്ങളോ എല്ലാം ഉണ്ട്. മീൻ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഫ്രോഗ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു ഡേ നല്ലൊരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട മത്സ്യമാർക്കും ചേട്ടാ